ഇന്ന് വന്ന വീഡിയോ അഹുജ SSB 120 കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇത് ഫ്യൂസ് ഇട്ടിട്ടും അവരിട്ടിട്ടും പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അഴിച്ചു നോക്കുന്ന സമയത്ത് ഫ്യൂസ് അത് ഓവർലോഡാക്കി ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഫ്യൂസിൻ്റെ മേലെ കൂടി കമ്പിയൊക്കെ ഇട്ടിട്ട് അത് ഫ്യൂസൊക്കെ പൊട്ടിയിരിക്കുക. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിൽ 2 ട്രാൻസിസ്റ്റർ, ഇത് KTC 5200 ആണ്. 5200 തന്നെയാണ്. ഇത് അഹുജയിൽ വരുമ്പോൾ KTC വരുന്നതാണ്, KTC ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് 2 ഷോർട്ടല്ല, ഇത് ഓവർ ഹോംസാണ് കാണിക്കുന്നത്. 1025 കാണിക്കേണ്ടടുത്ത് മാക്സിമം 1000, 1025, 960 അങ്ങനെ ഒരു ഹോംസ് ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കുക. പക്ഷേ ഇത് 1800, 2000 വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വീക്കാണ്, പോയിട്ടില്ല, വീക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഓവർലോഡ് കാണിക്കും. അപ്പോൾ ഈ ഓവർലോഡ് കാണിക്കാനുള്ള വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ യൂണിറ്റ് ഡ്രൈവ് ഇല്ലേ, ഇതുണ്ടോ വെള്ളത്തിൻ്റെ മാർക്കുണ്ടോ, ഇത് 3 ഉണ്ട്. അതിൽ 2 വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യും, പക്ഷേ ഓവർലോഡ് ആവും. ഇത് ക്ലാസ് ABയിൽ പെട്ട ആമ്പായതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു വിഷയങ്ങൾ വരും. അപ്പോൾ ആരും എന്ത് ചെയ്യുക, ഫ്യൂസ് പോയി കണ്ടാൽ, ഇത് നല്ല ഏതൊരു ഇലക്ട്രോണിക്സ് വസ്തുക്കളും ഫ്യൂസ് പോയി കണ്ടു കഴിഞ്ഞാൽ അത് പോകാനൊരു കാരണം ഉണ്ടാവും. അത് മനസ്സിലാക്കുക, ഒരു ടെക്നീഷ്യനെ വിളിക്കുക, ആരെങ്കിലും വിളിക്കുക. അതല്ലാതെ ഫ്യൂസ് കൂട്ടിയിട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ആരും നശിപ്പിക്കാതെ ശ്രമിക്കുക കേട്ടോ. ധാര്യതാക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു അറിവ് പറഞ്ഞതാണ്. അപ്പോൾ ഫ്യൂസ് പോകാൻ എന്തായാലും കാരണം അതിനുണ്ടാവും. അപ്പോൾ ബൈ.